എന്റെ സാമാനം മുറിച്ച് നിങ്ങൾ കാണിച്ചു തരണമെന്ന് പറയരുതില്ല. ഇത് പറഞ്ഞിപ്പോ സാധനമാനം കാണിച്ചു കൊടുക്കണം. പൊട്ടനാണെന്നാരും പറയൂല, മണ്ടനാണെന്നാരും പറയൂല എന്റെ അപ്പച്ചി. ഹായ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമ്മളെ പൊണ്ടാട്ടിനെ പറഞ്ഞോളൂ. മനസ്സിലായില്ലേ എനിക്ക്? അതായത് സുന്നത്തില്ലാണെന്ന് പറഞ്ഞാൽ അറിയാത്തവരും ഉണ്ടാവോന്നാവോ. സാനിപ്പ എന്താ സംഗതി? സാമാനം കട്ട് ചെയ്യല്. അങ്ങനെ തന്നെ സാനിപ്പ പറഞ്ഞ മാതിരിക്ക് തന്നെ. അപ്പൊ അതിന് പോവാണ്. അത് പോവാന്ന് പറഞ്ഞു തുടങ്ങി കുറെ ദിവസമായിക്കണു. കല്യാണം കഴിഞ്ഞിട്ട് കുറെ ദിവസമായി എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഒരു തൊഴിൽ എനിക്ക് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ചു നിന്നതൊന്നും അല്ല. കാരണം ഒഴിവുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്തൊക്കെ വാങ്ങണ്ടേ? എന്നിട്ട് കല്യാണം കഴിഞ്ഞ വിചാരിച്ചു മറ്റേ കല്യാണം വിചാരിച്ചു. അല്ല, കല്യാണം എന്ന് പറഞ്ഞാൽ സുന്നത്തില്ലാണെന്ന് പറഞ്ഞാൽ അറിണ്ടോണ്ടാവും. എന്റെ മാതിരി മുട്ടമണി മുറിച്ചരുന്നൊന്നും പറയണമെന്നും വേണ്ട. അപ്പൊ അവിടെ വീഡിയോ ആ സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ വീഡിയോ മുഴുവനായി കണ്ടോളി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതേമാതിരി കമന്റും ചെയ്തോളി. എന്നോട് പറയാണ് ആങ്ങളുടെ കുട്ടി നിങ്ങളെ കുട്ടിയാക്കും കൊടുന്നു, അല്ല ആങ്ങളെ നിങ്ങളെ കുട്ടിയാക്കും കൊടുന്നു, നിങ്ങളെ ആട് കൊണ്ടുപോയി മദറാണ്. അതല്ലേ ഒരു മറ്റേ ആനന്റെ മുഖൊക്കെ സാധനം, ഒരു നീല. അത് പണ്ട് ഞാൻ സ്റ്റോറിൽ പോയി കട്ടുന്നു. ഇമ്മയും ഇമ്മമ്മൊക്കെ തിരുമ്പാൻ പോകുമ്പോ അന്ന് പിന്നെ ഇത് ഒറ്റക്ക് തിന്നാൻ അയച്ചിരുന്നില്ല, കലക്കി തരുന്നല്ലാതെ. അപ്പൊ ഞാന് ഇവിടെ പോയാണ് കട്ടുന്നു. ജൂനിയറൊക്കെ വേണ്ട, കുട്ടീൻ്റെ മതി. അത് ജൂനിയറൊന്നും ഇവിടെ വേണ്ട. ഇനിയിപ്പോ കുട്ടീനെ ചെന്നിട്ട് ജൂനിയറെ വിളിച്ചിട്ട് വരുമോ? അതവിടുത്തെ ആളൊന്നല്ല, അത് സാധനം വാങ്ങാവുന്ന ആളാണ്. കാരണം ഇതേ വേറെ പെരിയെ കൊണ്ടേ കൊടുക്കണം. നമ്മളൊക്കെ പെടേണ്ട ഒരു പെടലാണ്. വേറൊരു പെരിയെ കൊണ്ടേ കൊടുക്കുമ്പോൾ ഒരു ബേക്കറി അടിച്ചു, അത് കാറിയതാണെന്ന് നമ്മൾ നോക്കൂല. അവിടെ കൊണ്ടുവന്ന് കണ്ട് അത് അളിയാൻ വന്ന് കണ്ട് കൊടുക്കുന്നതാണ്. അതിന്റെ കോലം കണ്ടില്ല, അറിയാം അവസ്ഥ ഇല്ലല്ലോ. ഇല്ലല്ലോ, ബേക്കറി ഞാൻ തിന്നോക്കിക്കോളാം. ഫസ്റ്റ് ഞാൻ തിന്നോക്കിയാണ് തുടങ്ങിക്കോളാം. ഇതിപ്പോ ഇവിടെ ഉന്നത്തിനാണ് ആക്കേണ്ടി സാധനങ്ങൾ വെച്ച് കൂട്ടുണ്ട്. നേന്ത്രപ്പഴം വേണ്ടേ? നേന്ത്രപ്പഴം വേണ്ടേ? ഒരു 2 നേന്ത്രപ്പഴം നല്ല പൂക്കാത്തുണ്ടാവും. എന്താണ് മഞ്ഞി സാവം ഓരോ ഒരിക്കത്തിന് ഞങ്ങൾ കൊണ്ടുപോകണം. അത് പറഞ്ഞ മാതിരിയായി ഈ വീഡിയോ കണ്ട ആൾക്കാർ വിചാരിച്ചു. കാരണം ഇനിയിപ്പോ കല്യാണം കഴിച്ചിട്ട് സാവോനും കൊണ്ടോണ്ടേ അങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ടാക്കിയേക്കോ. അതൊന്നും അല്ലട്ടത്, ഞങ്ങള് പരിക്കും മേടിച്ചത്. സാവന് മറ്റേ സാമാനത്തിലിടാനാവും. തിരുമണ തോപ്പ്. പക്ഷെ എന്റെ പേരിക്ക് ഹൗസ് എന്റെ ഒരു വാഷിംഗ് മെഷീനിലാണ്. അത് ഇതൊന്നാണ് മേടിച്ചു. എന്നിട്ടാണ് വാഷിംഗ് മെഷീനാണ് കറക്കും. വേറെ പണിയല്ല. നമ്മള് സാധാ കൊണ്ടുപോകുന്നതാണ്. അത് നീ പറഞ്ഞു, അത് പരസ്യക്കാർ ഒന്നും കാണും. സാനുഭാനൊന്ന് വരച്ച് കുളിപ്പിച്ചാലാണ്. ഇത് കുട്ടികളെ ഇറക്കണത്. ഇപ്പൊ പടച്ചോനെ ഒന്ന് വിളിച്ചു തുടങ്ങിട്ടോ. മറ്റേ എറിതു എന്റെ പേൻ നോക്കാതെ മരുന്നൊക്കെ കണ്ടിട്ടാ. അത് കൂറനെ കൊല്ലുണ്ടാവും. ഓളെ തലയിൽ കൂറകളൊക്കെ ഉണ്ട് കുറച്ച്, അതൊക്കെ റെഡിയാക്കിയാൽ മതി. എന്താ എടുക്കണ്ടേ? വേറെ എന്താ എടുക്കണ്ടേ? നിങ്ങളൊന്ന് വരുമോ? ആ അള്ളാ, അതൊന്നല്ല. ഇതെന്താണ് ഈ സൂചി അടിച്ചാ? കുട്ടികൾക്ക് സൂചി അടിച്ചാ? അങ്ങനെ സൂചി അടിച്ചാ? സൂചി വേണ്ട. അത് നമുക്ക് പാക്കാക്കി മാറ്റാം. ഇത് ഹൗസിൽ മുട്ട പൊട്ടിച്ച അവിടെ ഞാൻ അയക്കൂല. മുട്ട പൊട്ടിച്ച ഞാൻ വേറെ മുട്ട മേടിച്ചു. നീ മുട്ടോ?
അവിടെ ഇങ്ങനെ മറിഞ്ഞു നിന്നോളിപ്പാ, മറിഞ്ഞു നിന്നോളി. കിൻഡർ ജോയ് ആണ് ബാക്ക്. ആ ഓറിയോന്റെ ഓറിയോ വാങ്ങിയാൽ മതി. അത് എടുക്കണ്ട, അന്ന് എടുക്കണ്ട. ഓറിയോ ഉണ്ട്, ആ വലിയ ഓറിയോ വാങ്ങിയാൽ മതി. ഈ സൂപ്പർ മാർക്കറ്റിൽ പരിപാടി നിർത്തുകയാണ്. അത് ആ ഓറിയോ ഓഫർ ഓറിയോ ആണ്. ഇപ്പൊ എന്തെടുക്കുമ്പോഴും അടിയിൽ എടുക്കുള്ളൂ, മോളിന്ന് എടുക്കൂല. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പണിയെടുത്തു. സൂപ്പർ മാർക്കറ്റിൽ എപ്പോഴും ആദ്യത്തെ പഴയ സ്റ്റോക്ക് മേലേക്ക് കയറ്റി വെക്കും, ബാക്കി അടി. അപ്പൊ അടിയിൽ നിന്ന് വലിച്ചാണ്. ആ പൊടി ഒന്നായിട്ടും ചൂട്ടി കയറ്റണ്ട. നിങ്ങൾക്ക് ആരും ഇത് വെൽമ്പാണ്ടാവൂല വണ്ടി കയറാന്. പിന്നെ വണ്ടിയേ ഇപ്പൊ ഇങ്ങനെ വെള്ളമായിട്ട് പൈപ്പായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചു ഞങ്ങൾ ഇങ്ങനെ കേൾക്കും. സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേൾക്കല അധികം. മൊത്തം ഞാനവിടെ കഴുകി കൊടുക്കല്. ഇടിഞ്ഞ് വേറെ ഉണ്ടോ? നീ വേറെ എനിക്കൊരു ഷവർമയും ബ്രോസ്റ്റൊക്കെ ഇറക്കി കൊടുത്താടി. നോമ്പില്ല എന്റെ മുന്നിൽ നിന്നുകാണ്ട് ഇവിടെ കിൻഡർ ജോയ് തിന്ന ഞാൻ ഇപ്പൊ നോമ്പ് മുറിച്ചും. അത്രയും ശാശ ശൂശിയിലാണ് ഞാൻ അവിടെ നിക്കണത്. കിൻഡർ ജോയ് കണ്ടിട്ട് അതാണ് ക്ഷമ കെട്ടിക്കാണ്. എടാ ഈ നല്ല നോമ്പുള്ളവന് ക്ഷമ ഉണ്ടാവും. ആ ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് കേട്ടെങ്കിൽ ആ ക്ഷമല്ല, ക്ഷമ ഈമാന്റെ പാതിയാണ്. ഇവിടെ തള്ളത് ഫ്രൂട്ട്സ്, ആ ഫ്രൂട്ട്സ് ഒക്കെ എടുത്താലിട്ടാ ഒന്നും മാസാക്കണ്ട. ചുരുക്കില്ലടി. പിന്നല്ല അവിടെ ഉരുണാബായ ഒരു വേറെ കളറാട്ടോ. അതെ ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും, ചിലവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. ചിലവർക്ക് നന്നാവും, ചിലവർക്ക് ശരിയാവൂല. അങ്ങനല്ലേ? അങ്ങനെയാണ്. ചിലവർക്ക് റെഡി ആവും, ചിലവർക്ക് റെഡി ആവില്ല. നമ്മളെ റെഡി ആയത് എടുക്കുള്ളൂ. വീഡിയോ അല്ല, സാധനം ഞാൻ റെഡി ആക്കി എടുക്കുള്ളൂ. നിക്കുന്നല്ലേ പൊട്ടനാണെന്നാരും പറയൂല, മണ്ടനാണെന്നാരും പറയൂല. എന്റെ അപ്പച്ചി ഇപ്പച്ചീന്ന് എപ്പോഴും പറയാ. നിങ്ങളൊക്കെ എപ്പോഴും എന്റെ ചെറിയ കുട്ടികളല്ല. സാനുപ്പാ എന്റെ മുട്ട മുറിച്ചന്നേ മറ്റേ സാധികാക്കും എത്താ കൊടുക്കുന്ന എന്റെ അമ്മോന്. എനിക്ക് ഒരു ഹോർലിക്സിന് കുപ്പി കൊടുത്തു. വേറെ തൊടുന്നത് വേറെ എന്താ കാടമുട്ട ഉണ്ടായിക്കോന്ന് തോന്നുന്നു. പിന്നെ അന്നൊന്നും കാട ഉടലൊടങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് കാടമുട്ടൊക്കെ ഉണ്ടാക്കുക. അന്ന് കോഴിമുട്ടയായി കാരന്മാരുടെ വെച്ചൊക്കെ. എന്റെ സാമാനം മുറിച്ച് നിങ്ങൾ കാണിച്ചു തരണമെന്ന് പറയരുതില്ല. ഇത് പറഞ്ഞു ഇപ്പൊ സാധനമാനം കാണിച്ചു കൊടുക്കണം. വണ്ടി ഓട്ടണ ശരിക്കും ഓട്ടി. ആടാ ഇത് സ്കാൻ ചെയ്താ കളിസാമാനം കിട്ടടാ ഫ്രീ ആയി കണ്ട്. അച്ഛനെ ഈ പൊട്ടനെ നല്ല കൊണ്ടുപോണേ. പൊട്ട മരപ്പൊട്ട വീഡിയോ ഉണ്ട് ഇത്. അതാലോചിച്ചോ ഓന്റെ വിചാരം ഞാൻ പറഞ്ഞ് എന്റെ കല്യാണം കഴിച്ചപ്പോഴൊക്കെ കാട്ടി കൊടുത്താന്ന് പറയാന്നുള്ള ബേജാറിലാണ്. ഞാൻ നാണം കേട് നാട്ടുകാരെ മുന്നില്. അല്ലെങ്കിൽ ഇപ്പൊ വീഡിയോയില് പറഞ്ഞ കുട്ടികളല്ലടാ, അമ്മമാർക്ക് കാട്ടി കൊടുക്കും. ഇനിയിപ്പോ ചെന്നിട്ട് നോക്കോണ്ടി കുട്ടി അമ്മായിക്ക് കാട്ടി കൊടുക്കും. അമ്മായിയാണല്ലോ അമ്മ. ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കൂല കേട്ടാ. ഞാൻ ഇപ്പൊ തന്നെ അറിഞ്ഞു. പിന്നെ ഞാൻ എന്റെ സാധനം പൊളിച്ച് കാണിച്ചു കൊടുക്കും. മൈ ലൈഫ് മൈ റൂൾസ്. ഇടക്കിടക്ക് പറയും. അതിന്റെ അർത്ഥം എന്താ അറിയാ എനിക്ക്? മൈ ലൈഫ് മൈ റൂൾസ്. അർത്ഥം എന്താ അറിയില്ല. ഓരോ ടീച്ചർ എന്നാലും എന്തായാലും വർത്താനം പറഞ്ഞില്ല. ഇപ്പൊ എന്താ എപ്പോഴും പറയാറുണ്ട് ടീച്ചർ? ടീച്ചർക്ക് വരെ മനസ്സിലാക്കണു. വണ്ടി പോലല്ലോ. അതാ പണി വരുന്നുണ്ടാവാ. പൊരുന്നമ്മത്തെ പഞ്ചായത്ത് മെമ്പറോട് പറയാനുള്ളത് ഈ റോഡൊന്ന് ശരിയാക്കി കൊടുക്കാൻ. ഈ റോഡൊന്ന് കാട്ടി കൊടുത്താ ഒരു വൃത്തികെട്ട റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ലോകത്ത് കണ്ടിട്ടില്ല. എല്ലാ റോഡും ഒക്കെ നന്നാക്കിക്കണു ഇതുവരെ. നിങ്ങള് പെണ്ണ് കെട്ടിയ അന്ന് മുതലുള്ള റോഡല്ലത്. അല്ല അവിടെ പണിയെടുക്കുന്നുണ്ട്. അവിടെ മാത്രം പണിയെടുത്തിട്ട് കാര്യമില്ല. ഈ വളവ് റെഡി ആക്കിണ്ടാവും. കണ്ടാ മതി. പിന്നെ ഇവിടുന്ന് ഇനി അവിടുത്തെ വീഡിയോ ഒന്നും കാണിച്ചു തരില്ല കേട്ടോ. ചെക്കൻ്റെ സുന്നത്തലൊക്കെ കാണിച്ചെന്നാല് പിന്നെ ആ ചെക്കന് പിന്നെ നാണക്കേട് കാരണം. അല്ലെ പിന്നെ ഓന്റെ കൂട്ടുകാരന്മാരൊക്കെ ഇനി അങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കും ആൾക്കാർക്ക്. പിന്നെ ഓൻക്കും ജീവിതമൊക്കെ ഇനി ഓൻ കല്യാണം കഴിക്കുന്ന പെണ്ണടക്കം കാണാലോ.
ചെറുക്കന് സാമാനം കാട്ടിയില്ല കേട്ടോ. ഇനി സാധികാക്കും കുഴപ്പമില്ല കാട്ടി കൊടുക്കില്ല. അതുകൊണ്ട് ആ പരിപാടി കാണുന്നത്. പിന്നെ പിന്നെ ഓന്റെ കൂട്ടുകാരന്മാര് പിന്നെ അങ്ങനെയൊക്കെ പറയില്ല. പിന്നെ ചായ ഒന്നും വേണ്ട കേട്ടോ, നോമ്പാണ്. പണ്ട് നോമ്പിനെ ഉമ്മാനടി ചോദിക്കും, അത് സാധികാക്കൊക്കെ ഉണ്ടാവും. സാധികാക്കൊക്കെ നോമ്പിട്ടല്ലേ, നമ്മളെ രണ്ടാളോട് പോകും തിന്നാന്. ഡബ്ബർ നല്ല പൈസ ഉണ്ടാവും. തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ കറന്നിറങ്ങി കാട്ടിങ്ങള്. ഇവിടെ മറ്റേ കൊതുകുണ്ടാവും മഴക്കാലത്ത്. അതേമാതിരി മഴക്കാലത്ത് കൊതുകല്ലാത്ത വേറെ സാധനം ഉണ്ട്, കോട്ടരുമ. അതിന് ഇതുണ്ടാവും വരൂല. നല്ലൊരു എരുമോടെ കോട്ടരുമ അറുത്തുന്നാലോ. ചെറിയ പേന്റെ മാതിരി സാധനമാണ് അർത്ഥം. ഞാൻ എരുമ കേട്ടപ്പോ പോത്ത് എന്തെങ്കിലും കേൾക്കാറ് വിചാരിച്ചു. ഇങ്ങനെ കിട്ടേണ്ട സാധനമില്ല. മീനോ ആർക്കവിടെ വള്ളം കളിക്കണു? എല്ലാവർക്കും നോമ്പാണല്ലോ. സാനിപ്പാക്ക് നോമ്പ ഇല്ലാന്നാ തോന്നണേ. ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ, വലുതായിട്ട്. സാധികാക്കുമ്പോ പേരന്റെ അടുത്ത് ഔലിന്റെ അതുണ്ടല്ലോ. അവിൽ മിൽക്ക? അവിൽ മിൽക്കല്ല, അവിൽ മില്ലാണ്. ഞാൻ വായിച്ചിട്ട് ശരിയാവും. ആ ഗുണം എനിക്ക് കാണുന്നുണ്ടാ? അവിടെതാ കാണുന്നുണ്ട്. ഞങ്ങൾ പൊരിയൗൽ വാങ്ങാൻ വേണ്ടി മില്ലിലേക്ക് പോകുന്നു. സാനിപ്പയും പാമ്പ് കുത്തിയ ബാബാ സുരേഷിനെ വിളിച്ചു. ഇന്നെന്താ അറിയോ, ഔലിന്റെ ഔൽ മിൽക്ക് ഉണ്ടാക്കണം. ഒരു പാലും പാക്കറ്റും ഒക്കെ മേടിച്ചിട്ടാണ് വരി പോകുന്നത്. പൈസ നമ്മളത് തന്നെ കൊടുക്കണത്, പാൻ്റെ പൈസ അല്ലേ, ഒക്കെ നമ്മളത് തന്നെയാണ്. സെറ്റപ്പ് അല്ലേ, ഫുള്ള് സാധനങ്ങളാ. അപ്പം ഗൈസ് ഞങ്ങൾ പൊരിയൗല് വാങ്ങി, ഒക്കെ വാങ്ങി. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ മൊത്തം മേടിച്ചാൽ പൈസ ആയിട്ടൊന്നുമല്ല, വേണ്ട വെച്ചിട്ട് നമുക്കിത് ആവശ്യമില്ല, വെറുതെ തിന്നാ. ഞാനൊക്കെയാണ് ഈ വീഡിയോ മൊത്തം മേടിച്ചിക്കാണ്ട് അവർ മുഴുവൻ ഞാൻ തിന്നു. പക്ഷെ എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇപ്പാൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മേടിച്ചാൽ. ഓടാ തെണ്ടി അവിടെ തെണ്ടിനെങ്ങനെ ചവിട്ടി പൊളിച്ചാന്ന് തോന്നി ചില നേരത്തെ. അവിടെ തേക്കണ്ടാ കൊണ്ടേ മറിച്ചിട്ടാ മതി പൈസ. കറങ്ങണണ്ട, കറങ്ങും 200 റുപ്യേനെ മുതലാണ് കയ്യിലിരിക്കുന്നത് അല്ലേ. ആരെയും കട്ടുണ്ടോ, സ്വർണ്ണമാണല്ലോ. അവിടെ മൊയൻ്റെ ഇതിൽ കൂടെയാണ് വയ്യേ. മൊയൻ്റെ ഇതാണ് വയ്യേ, വന്ന വൈ പോലും അറിയില്ല മൊയന്തിന്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞു. അവര് ചിലപ്പോൾ ഞാൻ ഇവിടെ നോമ്പ് കുറിച്ചിക്കാണ്ട് അവരുണ്ട്. മീനോടെ പൂച്ചക്കുട്ടി ഇതാ, ഓളെ പൂച്ചക്കുട്ടി ഒന്ന് പോയിക്കണു. കറമ്പം പോയിക്കോളൂ, അതിന് കൊണ്ടേക്കോ. പറ്റിയോ? ഇതൊക്കെ വെള്ളാരം കണ്ണാണല്ലേ. കണ്ണ് വെള്ളം വെച്ചിട്ടുണ്ടോ? പിന്നെടുത്താളെ അങ്ങനത്തെ ആളാണ് പൂച്ചനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ കമൻറ്റുകൾ അടിയിൽ രേഖപ്പെടുത്തുക. എന്നാൽ ബൈ.